ഷഫീദ് ഈ പറഞ്ഞതുപോലെ തന്നെ പതിയെ പതിയെ മാറുന്നു. പ്രത്യേകിച്ച് ആസ് ഓഫ് നൗ എടുത്ത് പരിശോധിച്ചാൽ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന, ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിവാദം അത് ശബരിമല സ്വർണ്ണക്കൊള്ളിയുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അതിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്, പാർട്ടി നേതാക്കൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം, നേരത്തെ സർക്കാർ പ്രതിരോധത്തിലായ സ്ത്രീ പ്രവേശന വിഷയത്തിൽ മലക്കം മറിഞ്ഞാൽ, നിലപാട് മാറിയാൽ അവിടെ നിന്ന് നഷ്ടപ്പെടുന്ന വോട്ട് കൂടി ഇങ്ങോട്ടേക്ക് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ പോക്കറ്റിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ സർക്കാരുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. സുഹൈൽ, ഒരുപക്ഷത്തെ സാമുദായിക സംഘടനകൾ അവരെ ചേർത്ത് നിർത്തേണ്ട ഉത്തരവാദിത്തം, മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം NSS സഹകരിച്ചതിന്റെ പിന്നിൽ വിശ്വാസ സംരക്ഷണമാണെന്ന NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് രണ്ടാമത്തേതാകട്ടെ, അതല്ലാത്ത വിശ്വാസികൾക്കിടയിൽ സംസ്ഥാന സർക്കാർ ഇതിന് മുൻപ് എടുത്ത നിലപാട്, ആ നിലപാട് തിരുത്തിയെന്നറിഞ്ഞാൽ സ്വാഭാവികമാണ് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പോസിറ്റീവ് ആകുമെന്നുള്ള ചിന്ത. ഈ രണ്ട് കാര്യങ്ങളാണ് സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇങ്ങനെ ഒരു നിലപാട് അറിയിക്കേണ്ട ഘട്ടത്തിൽ, ഈ 14-ാം തീയതിയാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കക്ഷികൾ നിലപാട് അറിയിക്കേണ്ടത്, അങ്ങനെ ഒരു നിലപാട് അറിയിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകേണ്ടി വരുന്നത്. ഏതായാലും ഈ വിഷയം പ്രതിപക്ഷം ഉറപ്പായും ചർച്ചയാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്തിനായിരുന്നു അങ്ങനെയുള്ള നിലപാട് മാറ്റമായിരുന്നുവെങ്കിൽ എന്തിനായിരുന്നു നേരത്തെ ആ വിഷയത്തിൽ ഇത്രയധികം പ്രതിഷേധങ്ങൾക്കും കേസുകൾക്കുമൊക്കെ വഴിവെച്ച തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? മാത്രമല്ല, പഴയ സത്യവാങ്മൂലത്തിൽ എന്തായിരുന്നു അങ്ങനെ ഒരു നിലപാട് കൈക്കൊണ്ടെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അത് സർക്കാരിന് മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് ആ വിഷയത്തിൽ CPM മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കവും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളും ഒക്കെ നടന്നത്. ആ സാഹചര്യത്തിൽ സർക്കാർ പ്രതിരോധത്തിലായിരുന്നു. നിലവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത സുപ്രീം കോടതിയിൽ ശബരിമലയിലെ ആചാരം സംരക്ഷിക്കണം, മാത്രമല്ല യുവതീ പ്രവേശനത്തെ എതിർക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു നിലപാടായി പറയുമ്പോൾ അക്കാര്യത്തിൽ ഇനി CPM എടുക്കാൻ പോകുന്ന തുടർ നിലപാട് നിർണായകമാകും. മാത്രമല്ല, ഈ വിഷയത്തിൽ NSSന്റെയും SNDPയുടെയും അടക്കമുള്ള പ്രതികരണങ്ങൾ അത് സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരെ അഭിനന്ദിക്കുന്ന നിലപാടാണെങ്കിൽ കൂടി അതിനുശേഷം ഉണ്ടാകുന്ന CPMന്റെ അകത്തെ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയാകും. സുഹൈൽ, എന്തായാലും ഭരണഘടന ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി, തുല്യതാവകാശവും ആചാര സംരക്ഷണവും നേർക്കുനേർ വന്നാൽ എവിടെ സർക്കാർ നിൽക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം വരുന്നത് ആചാര സംരക്ഷണത്തോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.